കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നൃത്തപരിപാടിക്കിടെ കെട്ടിയ താൽക്കാലിക സ്റ്റേജിൽ നിന്ന് വീണ് ഗുരുതര പരിക്കേറ്റ തൃക്കാക്കര MLA ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ. മകൻ വിഷ്ണുവിന്റെ നിർദ്ദേശങ്ങളോട് ഉമാ തോമസ് പ്രതികരിച്ചെന്നും റെന്നെ മെഡിസിറ്റി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ കൃഷ്ണനുണ്ണി പോളാക്കുളത്ത് മാധ്യമങ്ങളെ അറിയിച്ചു. നിലവിൽ വെന്റിലേറ്ററിലായ ഉമാ തോമസ് ഗുരുതരാവസ്ഥയിൽ നിന്ന് മുക്തയായില്ല. വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി 24 മണിക്കൂർ കഴിഞ്ഞാലേ അപകടാവസ്ഥ തരണം ചെയ്തതായി പറയാൻ സാധിക്കൂവെന്നും ഡോക്ടർ വ്യക്തമാക്കി. രാവിലെ 6 മണിയോടെ സെഡേഷൻ മരുന്നിന്റെ ഡോസ് കുറച്ചു. 7 മണിയോടെ മകൻ വിഷ്ണു MLA അകത്ത് കയറി കണ്ടു. വിഷ്ണു പറയുന്നതിനോട് അവർ പ്രതികരിച്ചു. കണ്ണു തുറന്നു, കൈകാലുകൾ അനക്കി, ചിരിച്ചു. ഇതെല്ലാം തലച്ചോറിലുണ്ടായ ക്ഷതങ്ങളിൽ പുരോഗതി ഉണ്ടെന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അത് ആശ്വാസവാഹമാണ്. ശ്വാസകോശത്തിന്റെ എക്സ്റേയിലും നേരിയ പുരോഗതിയുണ്ട്. എങ്കിലും ശ്വാസകോശത്തിലുള്ള ചതവുണ്ട്. ശ്വാസകോശത്തിൽ രക്തം പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അണുബാധ ഒഴിവാക്കാനുള്ള ചികിത്സ തുടരുകയാണ്, മെഡിക്കൽ ഡയറക്ടർ വ്യക്തമാക്കി. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.